ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് വന്ന എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് തുടങ്ങുകയാണ്. ഇന്നലത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പേജ് നമ്പർ 43, ആദ്യത്തെ ചാപ്റ്റർ, ആധ്യാത്മിക ഗുരുക്കന്മാരെന്ന ആ ഒരു അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങുന്നത്. ഇന്നലെ 12 വരെ വായിച്ചായിരുന്നു. 13 മുതലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 13th ആയിട്ട് ഇങ്ങനെ സംസാരിക്കാം. 13ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 13. നമുക്ക് 13ാമത്തെ ശ്ലോകം മുതൽ 18ാമത്തെ ശ്ലോകം വരയ്ക്കും ഭാവാർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ ശ്ലോകം വായിച്ച് അതിന്റെ വിവർത്തനം വായിച്ച് മുന്നോട്ട് പോയിട്ട് 19ാമത്തെ ശ്ലോകത്തിലാണ് നമുക്ക് ഭാവാർത്ഥം ഉള്ളത്. അപ്പൊ അത് വായിച്ച ശേഷം നമ്മൾ കുറച്ച് സമയം അനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 13. അദ്വൈതം ഹിരണ്യദ്വൈതാത് ആചാര്യം ഭക്തിശംസനാത് ഭക്താവതാരം ഈശം തം അദ്വൈതാചാര്യമാശ്രയേ. വിവർത്തനം: ഭഗവാൻ ഹരിയിൽ നിന്ന് അഭിന്നനാകയാൽ അദ്വൈതൻ എന്നും ഭക്തിയുടെ സമ്പ്രദായം പ്രചരിപ്പിക്കുന്നതിനാൽ ആചാര്യൻ എന്നും അവിടുന്ന് വിളിക്കപ്പെടുന്നു. അവിടുന്ന് ഒരേ സമയം ഭഗവാനും ഭഗവത് ഭക്താവതാരമാകുന്നു. അതിനാൽ ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. അദ്വൈതാചാര്യനെ പറ്റിയാണ് ഈ ഒരു ശ്ലോകം പ്രകീർത്തിക്കുന്നത്. അടുത്ത ശ്ലോകം ശ്ലോകം 14. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വിവർത്തനം: സ്വയം ഭക്തനായും ഭക്തസ്വരൂപരായും ഭക്താവതാരവുമായും അവതാരവുമായും പരിശുദ്ധ ഭക്തനായും ഭക്തശക്തിയായും 5 അഭിന്നമായ സവിശേഷ രൂപങ്ങളിൽ വിസ്തരണങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. ശ്ലോകം 15. ജയതാം സുരതൗ പങ്കോർ മമ മന്ദമതേർഗതി മത്സർവസ്യ പദാംബോജൗ രാധാമദനമോഹനോ. വിവർത്തനം: കാരുണികരായ രാധയ്ക്കും മദനമോഹനനും എല്ലാ സ്തുതികളും. മുടന്തനും ഞാനൊരു മന്ദമതിയുമാണ്. എങ്കിലും അവർ എന്റെ മാർഗദർശികളും അവരുടെ പാതാരവിന്ദങ്ങൾ എനിക്ക് സർവസ്വവുമാണ്. ശ്ലോകം 16. ദിവ്യത് വൃന്ദാരണ്യ കൽപദ്രുമധ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥൗ ശ്രീമദ് രാധാ ശ്രീല ഗോവിന്ദദേവോ പ്രേഷ്ഠാലിപി സേവ്യമാനോ സ്വരാമി. വിവർത്തനം: വൃന്ദാവനത്തിലെ ഒരു കൽപ്പവൃക്ഷത്തിൻ ചുവട്ടിലുള്ള നിബിഡമായ ക്ഷേത്രത്തിലെ തേജോമയമായ സിംഹാസനത്തിൽ തങ്ങളുടെ ഏറ്റവും വിശ്വസ്ത സഹചാരികളാൽ സേവിതരായി ശ്രീ ശ്രീ രാധാഗോവിന്ദന്മാർ വിരാജിക്കുന്നു. അവർക്ക് എന്റെ സാദര നമസ്കാരങ്ങൾ. ശ്ലോകം 17. ശ്രീമാൻ രാസരസാരംഭി വംശീ വടതരസ്ഥിത കർഷൻ വേണുസ്വനേർ ഗോപിനാഥ ശ്രീയേസ്തുനാ. വിവർത്തനം: രാസലീലാരസത്തിന്റെ സമാരംഭകനായ ശ്രീമാൻ ഗോപിനാഥൻ വംശീവട തീരത്ത് നിന്നുകൊണ്ട് തന്റെ പ്രശസ്തമായ വേണുനാദങ്ങളാൽ ഇടയകന്യകമാരുടെ ശ്രദ്ധയാകർഷിക്കുന്നു. അവരെല്ലാം നമ്മളിൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ശ്ലോകം 18. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. വിവർത്തനം: ശ്രീ ചൈതന്യനും നിത്യാനന്ദനും സ്തുതികൾ, ശ്രീ അദ്വൈതാചാര്യനും സ്തുതികൾ, ശ്രീ ഗൗരംഗ മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തന്മാർക്കും സ്തുതികൾ. ഇനി അടുത്ത ശ്ലോകം 19 ആണ്. അപ്പൊ 19ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അതിന്റെ
ശ്ലോകം വായിച്ച് ശബ്ദാർത്ഥവും വിവർത്തനവും വായിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ശ്ലോകം 19. ಏತಿನ ಠಾಕೂರ ಗೌಡಿಯಾಗೆ ಕರಿಯಾಚೆನ ಆತ್ಮಸಾದ್ ಏತಿ ನೇರ ಚರಣ ವಂದೋನ್ ತೀನೆ ಮೋರನಾದ ಏತಿನ ಠಾಕೂರ ಗೌಡಿಯಾಗೆ ಕರಿಯಾಚೆನ ಆತ್ಮಸಾದ್ ಏತಿ ನೇರ ಚರಣ ವಂದೋನ್ ತೀನೆ ಮೋರನಾದ ಏತಿನ ಠಾಕೂರ ಗೌಡಿಯಾಗೆ ಕರಿಯಾಚೆನ ಆತ್ಮಸಾದ್ ಏತಿ ನೇರ ಚರಣ ವಂದೋನ್ ತೀನೆ ಮೋರನಾದ. ശബ്ദാർത്ഥം: ഏയ് ഈ തിന 3 ഠാക്കൂറ മൂർത്തികൾ ഗൗഡിയാകെ ഗൗഡിയ വൈഷ്ണവർ കരിയാച്ചേന ചെയ്തു ആത്മസാത് ആഗിരണം ചെയ്തു ഏയ് ഈ തീനേര 3 പേരുടെ ചരണ പാദാംബുജം വന്തോൻ ഞാൻ വന്ദിക്കുന്നു തീനെ ഈ 3 മോരനാഥ എന്റെ നാഥന്മാർ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: വൃന്ദാവനത്തിലെ ഈ ത്രിമൂർത്തികൾ മദനമോഹനൻ, ഗോവിന്ദൻ, ഗോപിനാഥൻ ശ്രീ ചൈതന്യന്റെ അനുയായികളായ ഗൗഡിയ വൈഷ്ണവരുടെ ഹൃദയം കവർന്നവരാകുന്നു. എന്റെ ഹൃദയനാഥന്മാരായ അവരുടെ ചരണകമലങ്ങൾ ഞാൻ ആരാധിക്കുന്നു. ഭാവാർത്ഥം: ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് വൃന്ദാവനത്തിലെ മൂർത്തിത്രയങ്ങളായ ശ്രീ രാധാമദന മോഹനൻ, ശ്രീ രാധാ ഗോവിന്ദദേവൻ, ശ്രീ രാധാ ഗോപിനാഥൻ എന്നിവർക്ക് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ 3 മൂർത്തികളും വൃന്ദാവനത്തിൽ വസിക്കാൻ സ്വാഭാവികമായ പ്രവണതയുള്ള ബംഗാളി വൈഷ്ണവരുടെ അഥവാ ഗൗഡിയ വൈഷ്ണവരുടെ സർവസ്വവുമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പര കർശനമായി പിന്തുടരുന്ന ഗൗഡിയ വൈഷ്ണവർ അതീന്ദ്രിയ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെ ഈശ്വരനെ ആരാധിക്കുന്നു. ഇത് ഈശ്വരനും തനിക്കും തമ്മിലുള്ള അതീന്ദ്രിയ ബന്ധം നമ്മിൽ ബോധ്യപ്പെടാനും അവിടുന്നുമായുള്ള അതീന്ദ്രിയ പ്രേമ വിനിമയം നടത്തുവാനും ആത്യന്തികമായി പ്രേമഭരിത സേവനത്തിൽ നാം അഭിലഷിക്കുന്ന വിജയം നേടുവാനും ഉദ്ദേശിച്ചുള്ളതാണ്. ഈ 3 മൂർത്തികളും ഒരുവന്റെ ആത്മീയ വികാസത്തിന്റെ 3 വിവിധ ഘട്ടങ്ങൾ, അതായത് ഈ ഘട്ടങ്ങൾ സംബന്ധം, അഭിധേയം, പ്രയോജനം എന്നിങ്ങനെയാകുന്നു ആരാധിക്കപ്പെടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികൾ ഈ സമീപന രീതി സശ്രദ്ധം പാലിക്കുന്നു. കൃഷ്ണനെ മദനമോഹനൻ, ഗോവിന്ദൻ, ഗോപീജന വല്ലഭൻ എന്നിങ്ങനെ വാഴ്ത്തുന്ന 18 ദിവ്യാക്ഷരങ്ങൾ അടങ്ങിയ വേദമന്ത്രത്തിന്റെ പരമലക്ഷ്യം ഗൗഡിയ വൈഷ്ണവർ മനസ്സിലാക്കുന്നു. കാമദേവനെ പോലും വശീകരിക്കുന്നവനാണ് മദനമോഹനൻ. ഇന്ദ്രിയങ്ങൾക്കും ഗോക്കൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നവനാണ് ഗോവിന്ദൻ. ഗോപികമാരുടെ ദിവ്യ കാമുകനാണ് ഗോപീജന വല്ലഭൻ. സ്വഭക്തന്മാരുമൊത്തുള്ള വിവിധ ലീലകളിൽ കൃഷ്ണൻ മദനമോഹനൻ, ഗോവിന്ദൻ, ഗോപീജന വല്ലഭൻ എന്നീ നാമങ്ങളിലും മറ്റനേകം നാമങ്ങളിലും അറിയപ്പെടുന്നു. ഈ 3 മൂർത്തികൾക്കും മദനമോഹനൻ, ഗോവിന്ദൻ, ഗോപീജന വല്ലഭൻ പ്രത്യേക ഗുണവിശേഷം ഉണ്ട്. പരമപുരുഷനുമായുള്ള നമ്മുടെ വിസ്മരിപ്പിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുന്ന തലത്തിലുള്ളതാണ് മദനമോഹന ആരാധന. ഭൗതിക ലോകത്തിൽ നാം ഇപ്പോൾ ഭഗവാനുമായുള്ള ശാശ്വത ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായ അജ്ഞതയിലാണ്. പങ്കോ എന്ന പദം സ്വശക്തിയാൽ സ്വതന്ത്രമായി ചലിക്കാൻ കഴിയാത്ത ഒരുവനെയും മന്ദമതേ എന്ന പദം ഭൗതിക കർമ്മങ്ങളിൽ അമിതമായി മുഴുകിയതിനാൽ അല്പബുദ്ധിയായി തീർന്ന ഒരുവനെയും പ്രതിപാദിക്കുന്നു. അത്തരം വ്യക്തികൾ കാമ്യകർമ്മങ്ങളിൽ വിജയം കാക്ഷിക്കുകയോ ഊഹാഭോഗങ്ങളിൽ മുഴുകുകയോ ചെയ്യാതെ ഭഗവാൻ ആത്മസമർപ്പണം ചെയ്യുന്നതാണ് ശ്രേഷ്ഠം. പരമോന്നതന് ശരണാഗതി പോകുന്നതാണ് ജീവിത പരിപൂർണത. അതിനാൽ ആധ്യാത്മിക ജീവിതത്തിന്റെ ആരംഭത്തിൽ നാം മദനമോഹനൻ നിശ്ചയമായും ആരാധിക്കണം. അവിടുന്ന് നമ്മെ ആകർഷിക്കുകയും ഭൗതികമായ ഇന്ദ്രിയ സുഖത്തോടുള്ള നമ്മുടെ ആസക്തി ഇല്ലാതാക്കുകയും ചെയ്യും. നവഭക്തർക്ക് മദനമോഹനനുമായുള്ള ഈ ബന്ധം ആവശ്യമാണ്. ഒരുവൻ ശക്തമായ മമതയോടെ ഭഗവാന് സേവനം അനുഷ്ഠിക്കാൻ ഇച്ഛിക്കുമ്പോൾ അവൻ അതീന്ദ്രിയ സേവനത്തിന്റെ തലത്തിൽ ഗോവിന്ദനെ ആരാധിക്കുന്നു. സർവാനന്ദ സംഭരണിയാണ് ഗോവിന്ദൻ. ഒരുവൻ കൃഷ്ണന്റെയും ഭക്തന്മാരുടെയും കൃപയാൽ ഭക്തിയുടെ പരിപൂർണതയിൽ എത്തുമ്പോൾ കൃഷ്ണനെ ഗോപീജന വല്ലഭൻ അഥവാ പ്രജതരുണിമാരുടെ ആഹ്ലാദമൂർത്തിയായി സാക്ഷാത്കരിക്കുവാൻ കഴിയുന്നു. ശ്രീചൈതന്യ മഹാപ്രഭു ഭക്തിഭരിത സേവനത്തിന്റെ ഈ 3 തലങ്ങൾ വിവരിക്കുന്നു. ആകയാൽ
ആരാധ്യാർഹരായ ഈ മൂർത്തികൾ വിവിധ മാരാൽ വൃന്ദാവനത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ദിവസം ഒരു തവണയെങ്കിലും ആ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന അവിടുത്തെ ഗൗഡിയ വൈഷ്ണവർക്ക് ഈ മൂർത്തികൾ വളരെ പ്രിയങ്കരമാണ്. ഈ ക്ഷേത്രങ്ങൾക്ക് പുറമെ ജീവഗോസ്വാമിയുടെ രാധാദാമോദർ ക്ഷേത്രം, ശ്യാമാനന്ദ ഗോസ്വാമിയുടെ ശ്യാമസുന്ദര ക്ഷേത്രം, ലോകനാഥ ഗോസ്വാമിയുടെ ഗോകുലാനന്ദ ക്ഷേത്രം, ഗോപാല ഭട്ട ഗോസ്വാമിയുടെ രാധാരമണ ക്ഷേത്രം തുടങ്ങി ധാരാളം ക്ഷേത്രങ്ങളും വൃന്ദാവനത്തിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. 400 വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള 7 മുഖ്യ ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. വൃന്ദാവനത്തിൽ ഇപ്പോഴും 5000 ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടവയും ആ ക്ഷേത്രങ്ങൾ തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയും ആ ക്ഷേത്രങ്ങൾ തന്നെയാണ്. ഗൗഡിയം എന്ന പദം ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗത്തിനും വിന്ധ്യാപർവ്വതത്തിന്റെ ഉത്തരഭാഗത്തിനും ഇടയിലുള്ള ആര്യാവർത്തത്തെ അഥവാ ആര്യന്മാരുടെ ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഭാരതത്തിന്റെ ഈ പ്രദേശം 5 പ്രവിശ്യകളായി പഞ്ചഗൗഡ ദേശം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. സാരസ്വതം കാശ്മീരും പഞ്ചാബും, കാന്യാകുബ്ജം ഉത്തർപ്രദേശ്, ആധുനിക ലക്നൗ നഗരം ഉൾപ്പെടെ മധ്യഗൗഡ മധ്യപ്രദേശ്, മൈഥിലം ബീഹാറും ബംഗാളിന്റെ ഒരു ഭാഗവും, ഉത്കലം ബംഗാളിന്റെ മറ്റൊരു ഭാഗവും, ഒറീസ മുഴുവനും. മൈഥിലത്തിന്റെ ഒരു ഭാഗം ആയതിനാലും ഹിന്ദു രാജാവായ ലക്ഷ്മണസേനന്റെ തലസ്ഥാനം ഗൗഡ എന്ന നഗരമായിരുന്നാലും ചിലപ്പോൾ ബംഗാൾ പ്രദേശം ഗൗഡദേശം എന്ന് വിളിക്കപ്പെടുന്നു. ഗൗഡപുരം എന്നും അറിയപ്പെടുന്ന ഈ പഴയ തലസ്ഥാനം ക്രമേണ മായപ്പൂരായി. ഒറീസയിലെ ഭക്തന്മാർ ഉഡിയരെന്നും ബംഗാളിലെ ഭക്തന്മാർ ഗൗഡിയരെന്നും വിളിക്കപ്പെടുന്നു. ദക്ഷിണ ഭാരതത്തിലെ ഭക്തന്മാർ ദ്രാവിഡ ഭക്തന്മാരെന്നും അറിയപ്പെടുന്നു. ആര്യാവർത്തത്തിന് 5 പ്രവിശ്യകൾ ഉള്ളതുപോലെ ദാക്ഷിണാത്യവും ദക്ഷിണേന്ത്യ, പഞ്ചദ്രാവിഡം എന്നു വിളിക്കപ്പെടുന്ന 5 മേഖലകളിലായി വിഭജിച്ചിരിക്കുന്നു. 4 വൈഷ്ണവ ഗുരുശിഷ്യ പരമ്പരകളുടെ മഹാചാര്യന്മാരും അതുപോലെ മായാവാദ തത്വത്തിന്റെ ഉപാഖ്യാതാവുമായ ശ്രീപാദ ശങ്കരാചാര്യരും പഞ്ചദ്രാവിഡ പ്രവിശ്യയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഗൗഡീയ വൈഷ്ണവരാൽ അംഗീകരിക്കപ്പെട്ട 4 വൈഷ്ണവ ആചാര്യന്മാരിൽ ശ്രീ രാമാനുജാചാര്യൻ ആന്ധ്രാപ്രദേശിന്റെ ദക്ഷിണ ഭാഗത്തുള്ള മഹാഭൂതപുരിയിലും ഇന്ന് തമിഴ്നാട്ടിൽ ചെന്നൈക്ക് സമീപമുള്ള ശ്രീപെരുമ്പത്തൂർ, ശ്രീ മധ്വാചാര്യർ മംഗലാപുരം ജില്ലയിലെ പാചകത്വം വിമാനഗിരിക്ക് സമീപം, ശ്രീ വിഷ്ണുസ്വാമി പാണ്ഡ്യദേശത്തും, ശ്രീ നിമ്പർക്കൻ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മങ്കേര പട്ടണത്തിൽ ആണ് ഭൂജാതരായത്. ശ്രീ ചൈതന്യ മഹാപ്രഭു മധ്വാചാര്യരിൽ നിന്നുള്ള ഗുരുശിഷ്യ പരമ്പര സ്വീകരിച്ചുവെങ്കിലും അവിടുത്തെ പിൻഗാമികളായ വൈഷ്ണവർ തങ്ങളും മധ്വ സമ്പ്രദായത്തിൽ ഉള്ളവരാണെന്ന് അവകാശപ്പെടുന്നു. തത്വവാദികളെയും അംഗീകരിക്കുന്നില്ല. മധ്വന്റെ പിൻഗാമികളുടെ തത്വവാദ ശാഖയിൽ നിന്നും തങ്ങളെ വ്യക്തമായി വേർതിരിക്കുന്നതിനായി ബംഗാളിലെ വൈഷ്ണവർ അവരെ സ്വയം ഗൗഡിയ വൈഷ്ണവർ എന്ന് വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ശ്രീ മധ്വാചാര്യൻ ശ്രീ ഗൗഡപൂർണാനന്ദ എന്നും അറിയപ്പെടുന്നതിനാൽ മധ്വ ഗൗഡിയ സമ്പ്രദായം എന്ന നാമം ഗൗഡിയ വൈഷ്ണവരുടെ പരമ്പരയ്ക്ക് തികച്ചും അനുയോജ്യമാണ്. നമ്മുടെ ആധ്യാത്മിക ഗുരു ഓം വിഷ്ണുപാദ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് അവർ മധ്വ ഗൗഡിയ സമ്പ്രദായത്തിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണഗുരുനാഥം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസ്ഥിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സന്നിധ ശ്രീലതാ വിശാഖാനുതാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ പ്രഥമ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം മുതൽ 19ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വായിച്ചു വന്നത്. അപ്പൊ നമുക്കറിയാം ശ്രീല പ്രഭുപാദ് 13ാമത്തെ ശ്ലോകം മുതൽ 18ാമത്തെ ശ്ലോകം വരയ്ക്കും
ഭാവാർത്ഥം ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ 19ാമത്തെ ശ്ലോകത്തിലാണ് ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥം കൊടുത്ത് വളരെ വ്യക്തമായിട്ടും ഈ ഒരു ശ്ലോകത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 19ാമത്തെ ശ്ലോകം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് 3 മൂർത്തികളെ പറ്റിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ 3 മൂർത്തികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മദനമോഹനൻ, ഗോവിന്ദൻ, ശ്രീ ഗോവിന്ദദേവൻ, ഗോപിനാഥൻ. ഇപ്പൊ വൃന്ദാവനത്തിൽ ഈ മൂർത്തികളാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളായ ഗൗഡിയ വൈഷ്ണവർ അവര് ആരാധിക്കുന്ന 3 മൂർത്തികൾ. നമുക്ക് അറിയാം, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൃന്ദാവനത്തിൽ പോയാലും ഒരുപാട് ഗോസ്വാമിമാരുടെ അമ്പലങ്ങളുണ്ട്. അപ്പൊ അതിൽ പ്രഥമമായിട്ടുള്ള ഈ 3 മൂർത്തികൾ ആണ് മെയിനായിട്ട് ഗൗഡിയ വൈഷ്ണവന്മാര് വർഷിപ്പ് ചെയ്യുന്ന 3 മൂർത്തികൾ. അപ്പൊ അവരുടെ അടുത്തുള്ള സാദര പ്രണാമം. കാരണം നമുക്കറിയാം, ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അദ്ദേഹം ഈ ചൈതന്യ ചരിതാമൃതം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം വന്ന് ആദ്യം പ്രണാമം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം നമ്മൾ സാദര പ്രണാമം നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാനും ഭക്തന്മാർക്കും പൂർവ്വ ആചാര്യന്മാർക്കൊക്കെ നമ്മൾ പ്രണാമം സമർപ്പിച്ച ശേഷമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു അദ്ദേഹം ഈ ഒരു ദൗത്യം അല്ലെ, ഈ ഒരു ഭക്തി സേവനം തുടങ്ങുന്നത് ആക്ച്വലി വന്നിട്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്ലോകത്തില് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇപ്പൊ ഈ 3 മൂർത്തികളെ പറ്റിയാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെ, ഇപ്പൊ ഈ ത്രിമൂർത്തികൾ. അപ്പൊ ഈ 3 മൂർത്തികൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും, ഒരു 3 തത്വങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ 3 തത്വങ്ങൾ? നമുക്കറിയാം, സംബന്ധ, അഭിധേയ, പ്രയോജന. ഈ 3 തത്വങ്ങളാണ് ഭക്തിയിലുള്ള 3 തത്വങ്ങളാണ് സംബന്ധ തത്വം, അഭിധേയ തത്വം, പ്രയോജന തത്വം. അപ്പൊ എന്താണ് സംബന്ധം, അഭിധേയം, പ്രയോജനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഈ സംബന്ധം. സംബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ റിലേഷൻ, ആ സംബന്ധം അല്ലെ, നമ്മളെ ബന്ധം എന്താണെന്നുള്ള കാര്യത്തിനെ നമ്മൾ സംബന്ധീകരിക്കുന്നതാണ് ആ സംബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഭിധേയം. അഭിധേയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭഗവാനും നമ്മളും തമ്മിലുള്ള സംബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അഭിധേയം എന്ന് പറയുന്നത്. പിന്നെ അവസാനമായിട്ട് നമുക്കുള്ളത് പ്രയോജനം അല്ലെ. അപ്പൊ പ്രയോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ പ്രയോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരമമായ ലക്ഷ്യത്തിനെത്തുക അല്ലെ. പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഭഗവാനായിട്ടുള്ള പരിശുദ്ധ ഭക്തി. പരിശുദ്ധ ഭക്തി അതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തുമ്പോഴാണ് അത് പ്രയോജനം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 രീതിയിലുള്ള ജ്ഞാനങ്ങൾ, ആക്ച്വലി ഇതിന് സമ്പദജ്ഞാനം, അഭിധേയജ്ഞാനം, പ്രയോജനജ്ഞാനം എന്ന് കൂടി പറയാറുണ്ട്. അപ്പൊ ഈ 3 ജ്ഞാനങ്ങൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട്. കാരണം ഈ ഒരു സ്റ്റെപ്പിലൂടെയാണ് ഓരോ ഭക്തന്മാരും വളർന്നു വരുന്നത്. നമുക്ക് ആദ്യം നമ്മൾ സംബന്ധം, നമ്മളും ഭഗവാൻ തമ്മിലുള്ള എന്താണ് ആ റിലേഷൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. അപ്പം നമുക്ക് സമ്പദജ്ഞാനത്തിന് അതിനൊരു സംബന്ധ മൂർത്തിയുമുണ്ട്, സംബന്ധ ആചാര്യനുണ്ട്. അപ്പൊ ആ സംബന്ധ മൂർത്തിയുടെ ശ്ലോകമാണ് നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ വായിച്ചത്. നമ്മൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് വായിക്കാം, നമുക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താണ് സംബന്ധ മൂർത്തിയുടെ ശ്ലോകം എന്ന് പറയുന്നത്? ആരാണ് സംബന്ധമൂർത്തി? സംബന്ധമൂർത്തി എന്ന് പറയുന്നത് രാധാ മദനമോഹനിലാണ് സംബന്ധമൂർത്തി. അതിനു വേണ്ടി അപ്പം നമ്മൾ ഭഗവാനായിട്ടുള്ള സംബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാധാ മദനമോഹൻ എന്ന മൂർത്തിയോടാണ്. സംബന്ധന ആചാര്യൻ എന്ന് പറയുന്നത് സനാതന ഗോസ്വാമിയുമാണ്. അപ്പൊ സംബന്ധമൂർത്തി ആ ശ്ലോകം ആ സംബന്ധ ജ്ഞാനത്തിന്റെ ആ ശ്ലോകം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സംബന്ധാദിദേവ പ്രണാമം എന്നാണ് അതിന് പറയുന്നത്. സംബന്ധാദിദേവൻ എന്ന് പറയുന്നത് രാധാ മദനമോഹനും സംബന്ധ ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീല സനാതന ഗോസ്വാമിയാണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രണാമ മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ചേതാം സുരതോ പങ്കോർ മമ്മ മന്ദേർ മദീർ മമ്മ മന്ദ മതേർ ഗതി മത് സർവസ്യ പദാംബോജോ രാധാ മദനമോഹനം. ഇതാണ് ശ്ലോകം 15 നമ്മൾ വായിച്ചത്. ഇതിന്റെ വിവർത്തനം: കാരുണികരായ രാധയ്ക്കും മദനമോഹനും എല്ലാ സ്തുതികളും. ഉടന്തനും ഞാനൊരു മന്ദമതിയുമാണ്, എങ്കിലും അവർ എന്റെ മാർഗദർശികളും അവരുടെ പാതാരവിന്ദങ്ങൾ എനിക്ക് സർവസ്വമാണ്. അപ്പൊ ഇതാണ് സംബന്ധ ജ്ഞാനത്തിന്റെ ആ ശ്ലോകവും അതിന്റെ മൂർത്തി എന്നുള്ള കാര്യം. അപ്പൊ
രാധാ മദനമോഹൻ ആണ് സംബന്ധമൂർത്തി. അപ്പൊ നമുക്കറിയാം, നമുക്ക് കരോലി എന്ന ക്ഷേത്രം നമുക്കറിയാം, രാജസ്ഥാനിൽ കരോളി ക്ഷേത്രത്തിലാണ് രാധാ മദനമോഹനത്തിന്റെ ഒറിജിനൽ ആയിട്ടുള്ള വിഗ്രഹം വർഷിപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, വൃന്ദാവനത്തിലുള്ള പല വിഗ്രഹങ്ങളും അന്നത്തെ മുഗൾ രാജാക്കന്മാർ വന്ന് നശിപ്പിക്കുന്നു കണ്ട സമയത്ത് അന്നത്തെ അന്നത്തെ നമ്മുടെ വൈഷ്ണവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജാക്കന്മാർ വന്നിട്ട് ആ ഒരു ഭക്തന്മാരായിട്ടുള്ള രാജാക്കന്മാര് അവർ ഈ മൂന്ന് മൂർത്തികളെ അവര് രാജസ്ഥാനിലോട്ട് മാറ്റി അവർ വന്നിട്ട്. അവിടെ കരോലി പറഞ്ഞ സ്ഥലത്ത്, രാജസ്ഥാൻ കരോലി പറഞ്ഞ സ്ഥലത്താണ് ഇന്നത്തെ ഈ രാധാ മദൻ മോഹന മൂർത്തി സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ രാധാ മദന മോഹനൻ എന്ന ഈ ഒരു വിഗ്രഹത്തിന്റെ കാരുണ്യത്തിലൂടെയും ശ്രീ സനാതന ഗോസ്വാമി, അദ്ദേഹമാണ് സമ്പന്നൻ ആചാര്യൻ. അപ്പൊ ആചാര്യന്റെ അദ്ദേഹം എഴുതി വെച്ച പല ശാസ്ത്രങ്ങളും വായിച്ച് മനസ്സിലാക്കുന്നതിലൂടെയും ഒരു വ്യക്തിക്ക് സമ്പദജ്ഞാനം, അതായത് നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. നമ്മൾ ആരാണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്, അല്ലെ? ആ അംശമാണെന്നുള്ള ജ്ഞാനം നമുക്കറിയാൻ സാധിക്കും. അപ്പൊ നമ്മളും ഭഗവാൻ തമ്മിലുള്ള ആ റിലേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഭഗവാനായിട്ടുള്ള ശാശ്വത ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവേര് സ്വരൂപേ കൃഷ്ണേര് നിത്യദാസ്. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ ശാശ്വതമായ അംശമാണ്. നമ്മുടെ സംബന്ധം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുകയുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ശീല പ്രഭുപാദം പറയാറുണ്ട്, അതായത് മദനമോഹനൻ പറയാറുണ്ട്, മദനമോഹനും ആണ് സനാതന ഗോസ്വാമിയുടെ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് കൃഷ്ണാവബോധത്തിലുള്ള പ്രോഗ്രസ്, നമുക്ക് ആക്ച്വലി ഇതിലൂടെ നമുക്ക് കൃഷ്ണാവബോധത്തിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മദനമോഹനന്റെ കാരുണ്യം കൂടിയേ തീരുള്ളൂ. അപ്പം സനാതന ഗോസ്വാമിയുടെ ലൂടെ നമുക്ക് മദനമോഹനന്റെ കാരുണ്യം കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യത്തെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കൃഷ്ണാവബോധത്തിലുള്ള ഫസ്റ്റ് കാര്യം, കൃഷ്ണാവബോധം പരിശീലിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭഗവാൻ കൃഷ്ണ ആരാണെന്ന് മനസ്സിലാക്കുക, നമ്മളും കൃഷ്ണൻ തമ്മിലുള്ള സംബന്ധം എന്താണ് മനസ്സിലാക്കുക. അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം? ഈ സംബന്ധമൂർത്തിയായ മദനമോഹന വിഗ്രഹത്തിനെ നമ്മൾ ആരാധിച്ചുകൊണ്ടാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇതാണ് ഈ സംബന്ധ ജ്ഞാനത്തിനെ പറ്റി നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പം ഇതില് ശീല പ്രഭുപാദത്തില് ഭാവാർത്ഥത്തിലും നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ അപ്പൊ ഇതിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ജയതാം സുരതവും പങ്കോർ. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അപ്പൊ അതിൽ പ്രഭുപാദ് പറയുന്നത് എന്താണ്? പങ്കോ എന്ന പദം നമുക്കറിയാം. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഈ മൂന്ന് മൂർത്തികളും മദനമോഹനൻ, ഗോവിന്ദൻ, ഗോപീജന വല്ലഭൻ പ്രത്യേക ഗുണവിശേഷമുണ്ട്. പരമപുരുഷനുമായുള്ള നമ്മുടെ വിസ്മരിപ്പിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തലത്തിലുള്ളതാണ് മദനമോഹന ആരാധന. ഭൗതിക ലോകത്തിൽ നാം ഇപ്പോൾ ഭഗവാനുമായുള്ള ശാശ്വത ബന്ധത്തെ പൂർണ്ണമായ അജ്ഞതയിലാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഭഗവാനെ മറന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ റീഅവേക്കൻ ചെയ്യാൻ വേണ്ടി, അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംബന്ധമൂർത്തിയായ മദൻ മോഹനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിലെന്താണ്? അതിലിപ്പം എങ്ങനെയാണ് നമ്മൾ നോക്കാം ആ പ്രാർത്ഥന? സനാതന ഗോസ്വാമി ഇത്രയും ഉയർന്ന ആചാര്യനായിട്ടും അദ്ദേഹം ആ ഒരു മന്ത്രത്തിൽ പറയുന്ന കാര്യം എന്താണ്? പങ്കോ, അല്ലെ? നമ്മൾ പങ്കോ എന്ന് പറയുന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് സ്വശക്തിയാൽ ചലിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, അല്ലെ? മുടന്തൻ എന്ന രീതിയിൽ നമ്മൾ പറയില്ല, അല്ലെ? സ്വശക്തിയാൽ നമുക്ക് ചലിക്കാൻ കഴിയാത്ത ഒരുവനാണ്, അല്ലെ? നമ്മളെ ശക്തി കൊണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് ഭഗവാന്റെ കാര്യം കൊണ്ടേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മന്ദമതേ, അതായത് നമുക്ക് എന്താണ്? നമ്മുടെ അല്പബുദ്ധികളാണ്, അല്ലെ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആഗ്രഹം നമുക്കില്ല. അപ്പം കാരണം സാധാരണ രീതിയിൽ നമ്മൾ കാമ്യകർമ്മങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഊഹാഭോഗങ്ങൾ മുഴുകയോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനയത്വത്തോടെ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഭഗവാന്റെ കാരുണ്യത്തിനോട് പ്രാർത്ഥിക്കുകയും നമ്മളെ പൂർവ്വാചാര്യന്മാരുടെ കാരുണ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് ഈ സംബന്ധ തത്വത്തിനെ പറ്റി ഇതിൽ പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് അഭിധേയമൂർത്തിയാണ്. അപ്പൊ അഭിധേയ ജ്ഞാനത്തിന്റെ മൂർത്തി എന്ന് പറയുന്നത് രാധാ ഗോവിന്ദദേവനാണ്. അത് ഇന്ന് ജയ്പൂരിലാണ് കാണപ്പെടുന്നത് ഭഗവാന്റെ ആ വിഗ്രഹങ്ങൾ, സുന്ദരമായിട്ടുള്ള വിഗ്രഹങ്ങൾ. പിന്നെ രൂപഗോസ്വാമിയാണ് അഭിധേയ ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഭിധേയ മൂർത്തി അല്ലെങ്കിൽ അഭിധേയ മൂർത്തിയുടെ നമ്മൾ പ്രണാമ മന്ത്രം എന്ന് പറയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് പറയുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ അഭിധേയാദിദേവ പ്രണാമം. അഭിധേയമൂർത്തിയായിട്ടുള്ള അഭിധേയദേവ പ്രണാമ മന്ത്രം എന്ന് പറയുന്നത് ദിവ്യ വൃന്ദാരണ്യോ ദ്രുമാദോ ശ്രീമദ് രത്നാങ്കര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാശീല ഗോവിന്ദ ദേവോ ശ്രേഷ്ഠാലിതി സേവ്യമാനോ സ്മരാമി.
ഇതിൽ പറയുന്നത് വിവർത്തനം. വൃന്ദാവനത്തിലെ ഒരു കൽപ്പവൃക്ഷത്തിൻ ചുവട്ടിലുള്ള രത്നനിബിഡമായ ക്ഷേത്രത്തിലെ തേജോമയമായ സിംഹാസനത്തിൽ തങ്ങളുടെ ഏറ്റവും വിശ്വസ്ത സഹചാരികളാൽ സേവിതരായ ശ്രീ ശ്രീ രാധാഗോവിന്ദന്മാർ വിരാജിക്കുന്നു. അവർക്ക് എന്റെ സാദര നമസ്കാരങ്ങൾ. അപ്പൊ രാധാഗോവിന്ദ ദേവന്മാർക്കുള്ള പ്രണാമമന്ത്രമാണ് ഇതിന്റെ. അപ്പൊ ഇതില് ശ്രീ രൂപഗോസ്വാമിയാണ് ഈ അഭിധേയ ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ രാധാഗോവിന്ദ ദേവനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സംബന്ധം എന്ന് പറയുന്നത് എന്താണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നമ്മൾ അഭിധേയ ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സംബന്ധം മനസ്സിലാക്കിയ ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഈ അഭിധേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രൂപഗോസ്വാമി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അദ്ദേഹം പല പല ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം ഭക്തിരസാമൃത സിന്ധു, ഉപദേശാമൃതം എന്നീ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ സംബന്ധത്തിന് ദൃഢീകരിക്കാൻ സാധിക്കും. നമ്മളും ഭഗവാൻ തമ്മിലുള്ള ആ ഒരു സംബന്ധം ദൃഢീകരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീല രൂപഗോസ്വാമി അത്രയും കാരുണ്യപൂർവ്വമാണ് നമുക്ക് ഈ ഭക്തി പ്രക്രിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഈ പുസ്തകങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ രാധാഗോവിന്ദ ദേവൻ ഈ സേവനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ നമ്മൾ സമർപ്പിക്കുന്ന സേവനങ്ങൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യും. നമുക്ക് കൂടുതലായിട്ട് ഭക്തി യോഗത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഭഗവാനെ ആശ്രയിക്കാനും ശരണം പ്രാപിക്കാനുള്ള ശക്തി നമുക്ക് തരുകയും ചെയ്യും. അപ്പം ഈ ഒരു ശ്രീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിൽ പറയാറുണ്ട്. അതായത് പ്രഭുപാദ് പറയുന്നുണ്ട്, ശ്രീല രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധു, നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന് പറഞ്ഞ പുസ്തകം എല്ലാവരും ഈ പുസ്തകം വായിച്ചിരിക്കണം. കാരണം ഈ ഒരു പുസ്തകം ശ്രദ്ധയോടെ വായിക്കണം എന്ന് പ്രഭുപാദ് പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തി എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തിന്റെ അതിന്റെ എല്ലാ പരമമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ കൺക്ലൂഷൻ അല്ലെ, അതിന്റെ അവസാനമായിട്ടുള്ള നമ്മൾ പരമമായിട്ടുള്ള അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്ന കാര്യം ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ഈ ഭക്തിരസാമ സിന്ധു എന്ന് പറഞ്ഞ ഈ അതീന്ദ്രിയമായിട്ടുള്ള വളരെ ഒരു ആ ഒരു പുസ്തകത്തിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ശ്രീല പ്രഭുപാദ് തന്നെ പറയുന്നത് അതാണ് എല്ലാ വൈദിക ശാസ്ത്രത്തിന്റെ സാരം എന്ന് പറയുന്നത് ഈ ഭക്തിരസാമ സിന്ധു ആണ്. കാരണം അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് കൃഷ്ണാബോധം എത്രത്തോളം ആനന്ദകരമാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പം ഏതൊരു വ്യക്തിയാണോ ഈ ഭക്തിരസാമ സിന്ധു എന്ന ഗ്രന്ഥത്തിനെ നല്ല വായിച്ച് മനസ്സിലാക്കുന്ന ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭക്തി സേവനത്തിലുള്ള എല്ലാ ഗൈഡൻസും കിട്ടുന്നതാണ് ശ്രീല പ്രഭുപാദ ലെറ്ററിൽ പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഈ അഭിധേയമൂർത്തി അഭിധേയ പ്രണാമ മന്ത്രവും അഭിധേയമൂർത്തി ആയ രാധാ ഗോവിന്ദദേവും പിന്നെ അഭിധേയ ആചാര്യൻ എന്ന് പറയുന്നത് രൂപഗോസ്വാമിയുമാണ്. അടുത്തതായിട്ടുള്ളത് നമുക്കറിയാം, അടുത്തത് ശ്ലോകം 17 പറയുന്നു പ്രയോജനാധിദേവ പ്രണാമ മന്ത്രം എന്ന് പറയുന്നത് ശ്രീമദ് രാസരസാരം ബി വംശീ വടതടസ്ഥിത കർഷൻ വേണുസ്വനയർ ഗോപിയർ ഗോപിനാഥ ശ്രീ ഏസ്തുന വിവർത്തനം. രാസലീല രസത്തിന്റെ സമാരംഭകനായ ശ്രീമാൻ ഗോപിനാഥൻ വംശി വടത്തീരത്ത് നിന്നുകൊണ്ട് തന്റെ പ്രശസ്തമായ വേണുനാഥത്താൽ ഇടയ കന്യകമാരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. അവരെല്ലാം നമ്മളിൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അപ്പം നമുക്കറിയാം സംബന്ധ അവിധേയ പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ ഭഗവാനുമായിട്ടുള്ള ആ പരമമായിട്ടുള്ള ആ പരിശുദ്ധ ഭക്തി നമ്മൾ ഭക്തി തലത്തിൽ എത്തുകയാണ് പ്രയോജനം. അതാണ് ഫൈനൽ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പോകേണ്ട സ്റ്റെപ്പുകളാണ് ഈ സംബന്ധ അവിധേയ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രയോജന മൂർത്തി എന്ന് പറയുന്നത് രാധാ ഗോപിനാഥനാണ്. അപ്പം പ്രയോജന ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീല രഘുനാഥദാസ ഗോസ്വാമി കൂടിയാണ്. അപ്പം ഇപ്പൊ രാധാ ഗോപിനാഥ ക്ഷേത്രം ഇതുപോലെ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോ ഈ ഗോപിനാഥ് ഡിടി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോപിനാഥൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ശരിക്കും ഗോപിയുടെ നാഥൻ അല്ലെ, എല്ലാ ഗോപിയുടെ നാഥനും. അപ്പൊ അങ്ങനെയുള്ള കാരണം ആ ഗോപികരാണ് ശരിക്കും പരിപൂർണമായിട്ടും എല്ലാം ത്യാഗം ചെയ്ത് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തർ. അപ്പൊ അവരുടെ പാത പിന്തുടരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ പ്രയോജന ആചാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം രഘുനാഥദാസ ഗോസ്വാമിയാണ്. അപ്പോൾ ആ പ്രയോജന മൂർത്തി എന്ന് പറയുന്നത് ഇവിടെ ഗോപിനാഥ് ദീപ്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ ആചാര്യന്മാരുടെ ആ കാരുണ്യം മനസ്സിലാക്കണം. നമ്മൾ ഒരു ആചാര്യൻ വലുത് ഒരു ആചാര്യൻ ചെറുത് എന്ന രീതി നമുക്ക് കാണുന്നതല്ല ചെയ്യേണ്ടത്. നമുക്ക് അറിയാൻ സാധിക്കും ശരിക്കും രഘുനാഥദാസ ഗോസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ശരിക്കും രൂപഗോസ്വാമിക്ക് ശേഷമാണ് അദ്ദേഹം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിച്ചില്ല. തേടി അദ്ദേഹം വരികയാണ്. അപ്പം ചൈതന്യ മഹാപ്രഭു ഇവിടെ വിട്ട് പോവാണ്. രഘുനാഥദാസ ഗോസ്വാമി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രൂപഗോസ്വാമി
ഷെൽട്ടർ ആയിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ശാശ്വത ബന്ധം വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്നത് എന്താ? നമുക്ക് എന്താ ചെയ്യാം? നമ്മൾ ആ സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി പറഞ്ഞു തന്ന ആ മൂർത്തികളെ അഭയം പ്രാപിച്ച് അവരുടെ ടീച്ചിങ്സിനെ ഫോളോ ചെയ്ത് ഒരു വ്യക്തിക്ക് അങ്ങനെ രഘുനാഥദാസ ഗോസ്വാമിയുടെ കാരുണ്യം കൊണ്ട് അങ്ങനെ അവർക്ക് ഭക്തിയുടെ ഏറ്റവും പ്രേമഭക്തി, അതായത് ഭക്തിയുടെ ഏറ്റവും ഉന്നതതലമായ പ്രേമഭക്തിയിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ മൂന്ന് ആചാര്യന്മാരും 3 സംബന്ധ മൂർത്തികളും 3 പ്രണാമ മന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഈ 3 തത്വങ്ങളെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയം അധികമില്ല. അപ്പൊ ഈ 3 തത്വങ്ങളെ പറ്റിയും ചൈതന്യചരിതാമൃതത്തിൽ തന്നെ ആദിലീലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചൈതന്യചരിതാമൃതത്തിലെ ഇന്നൊരു ശ്ലോകത്തിൽ, അതായത് അതിലീലയിൽ തന്നെ 746 ശ്ലോകത്തിലും അതിൽ പറയുന്നത് സംബന്ധ അഭിധേയ പ്രയോജന നാമ ഏതീന അർത്ഥ സർവ സൂത്രേ പര്യവസാന. അതിൽ പറയുന്നു, അതായത് ഈ 3 തത്വം, സംബന്ധ അഭിധേയം പ്രയോജനം എന്ന് പറയുന്ന ഈ 3 തത്വങ്ങളാണ് നമ്മൾ വേദാന്ത സൂത്രത്തിന്റെ ഓരോരോ ഓരോരോ സൂത്രങ്ങളിലും അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം അത് തന്നെയാണ് ഈ പര്യവസാനം എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ വേദാന്ത സൂത്രത്തിന്റെ പര്യവസാനം എന്ന് പറയുന്നത് നമ്മളും ഭഗവാൻ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, എന്നിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ പ്രേമബന്ധത്തിന് ആയിട്ടുള്ള പ്രേമഭക്തിയായിട്ടുള്ള നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ശ്രീമദ് ഭാഗവതത്തിലും 5-ാം സ്കന്ധത്തില് 5-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകത്തിലും പറയുന്നുണ്ട്, പരാഭവസ്താവത് അബോധജാതോ യാവന്ന ജിജ്ഞാസുത ആത്മതത്വം. അപ്പൊ അതിൽ പറയുന്നുണ്ട്, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ഒരു വ്യക്തി, ഒരു മനുഷ്യ ജീവിതം കിട്ടിയ ഒരു വ്യക്തി അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ബാക്കി എന്ത് കാര്യങ്ങൾ ചെയ്താലും അദ്ദേഹം ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അദ്ദേഹം ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് മനസ്സിലാക്കിയതെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ജീവിതത്തിൽ അദ്ദേഹം തോറ്റിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വേദാന്ത സൂത്രം പറയുന്നത് അതതോ ബ്രഹ്മ ജിജ്ഞാസ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരാണെന്നുള്ള ചോദ്യവും, ഈ ഭഗവാൻ ആരാണെന്നും നമ്മളും ഭഗവാൻ നമ്മളെ സംബന്ധം എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതും, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭഗവാൻ ശക്തിയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനല്ലാത്ത ജീവികൾക്ക്, അല്ലെങ്കിൽ പശുക്കൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള പൂച്ചകൾക്കോ അവർക്കൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മാത്രമാണ് ഉദിക്കുക. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ബുദ്ധി തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഭിധേയ, അല്ലെ സംബന്ധം. ആ ജ്ഞാനത്തിന് മനസ്സിലാക്കുന്നതാണ് സംബന്ധ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നതാണ് അഭിധേയം ജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു വ്യക്തി കാലക്രമേണ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് ആ ഒരു പരിശുദ്ധ ഭക്തി തലത്തിൽ എത്തുമ്പോൾ ഒരു വ്യക്തി പ്രയോജന സിദ്ധി, അല്ലെങ്കിൽ അതാണ് നമ്മളെ മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ മനസ്സിലാക്കുന്നതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ 3 തത്വങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ട് ജീവിതത്തിന് പരിപൂർണമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള ആ പരിശുദ്ധ ഭക്തി തലത്തിൽ എത്താൻ സാധിക്കുക. അപ്പം ഈ മൂന്ന് മൂർത്തികളെ പറ്റി അറിയുന്നതും ആ 3 മൂർത്തികളുടെ പ്രണവ മന്ത്രങ്ങൾ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നതും ആ ആചാര്യന്മാർക്കുള്ള നമ്മൾ ആ കടപ്പാടും നന്ദിയും നമ്മൾ രേഖപ്പെടുത്തുന്നതോടെയാണ് ഒരു വ്യക്തിക്ക് ആ പരമ തലത്തിലെത്താൻ സാധിക്കുക. നമുക്ക് ഒരിക്കലും ഭക്തിയിൽ നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ ഒരിക്കലും നമ്മുടെ ഭക്തിയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. നമുക്ക് പൂർവാചാര്യന്മാരുടെ കാരുണ്യവും ഈ പ്രധാനമായിട്ടുള്ള ഈ 3 വിഗ്രഹങ്ങളുടെ അവരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് എത്താൻ സാധിക്കുക. അപ്പൊ ഇതാണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു ശ്ലോകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയുന്നത് നമുക്കറിയാം, നമുക്കറിയാം ചൈതന്യ മഹാപ്രഭുയുടെ പിൻഗാമികളെ നമ്മൾ ഗൗഡിയ വൈഷ്ണവർ എന്നാണ് വിളിക്കുന്നത്, അല്ലെ? ഗൗഡദേശം എന്ന് പറയുന്നത് ബംഗാളിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഗൗഡിയ വൈഷ്ണവരാണ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം, ഇത് ഞാനൊരു 2 മിനിറ്റ് കൂടി സമയമെടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഇതിൽ പര്യവസാനിക്കാം. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സമ്പ്രദായത്തിന്റെ പേരാണ് ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം എന്ന പേര് വന്നത്? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് നമ്മൾ നമുക്കറിയാം ഇതിന്റെ പ്രഥമ ആചാര്യൻ ഈ നമ്മുടെ ഈ നമ്മുടെ ഈ പരമ്പര നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പരമാചാര്യൻ എന്ന് പറയുന്നത് ഭഗവാൻ ബ്രഹ്മദേവനാണ്, അല്ലെ? അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ
ഈ ഒരു ഫസ്റ്റ് പ്രൈമറി ആചാര്യ എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ്. അപ്പൊ ബ്രഹ്മദേവനിൽ നിന്ന് വന്ന് പിന്നെ വരുന്ന മെയിൻ ആചാര്യൻ എന്ന് പറഞ്ഞാൽ മധ്വാചാര്യൻ എന്ന് പറഞ്ഞ ആചാര്യനാണ് അല്ലെ, നമുക്കറിയാം. മധ്വാചാര്യന് ശേഷം നമുക്കുള്ള പിന്നെ ഗൗഡിയ എന്ന് പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സിനാണ് ഗൗഡിയ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയും. അപ്പൊ നമുക്കറിയാം മധ്വാചാര്യന്റെ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ അവര് തത്വവാദികൾ എന്ന് നമ്മൾ പറയും. തത്വവാദികൾ എന്ന് പറയുമ്പോൾ അവര് പരമസത്യത്തിനെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാൻ പരമസത്യമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ഒരു പരമ്പരയെ തന്നെ നമ്മൾ പലപ്പോഴും ഈ പരമ്പരയെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഭഗവാന് ശക്തിയും ഒരുമിച്ച് നമ്മൾ ആരാധിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരമ്പരയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീല മാധവേന്ദ്രപുരി വരുന്ന കാലം വരയ്ക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഭഗവാൻ വിഷ്ണുവിനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നു ആക്ച്വലി വന്നിട്ട്. പക്ഷെ മാധവേന്ദ്രപുരിയാണ് ഇവിടെ പ്രേമഭക്തി എന്ന പരമതലത്തിലുള്ള ഏറ്റവും പരിചിതമായിട്ടുള്ള പ്രേമഭക്തിയെ പറ്റി ഇവിടെ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രേമഭക്തിയെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീല മാധവേന്ദ്രപുരി എന്ന് പറയുന്ന അദ്ദേഹമാണ്. അതായത് മധ്വാചാര്യന്റെ ശിഷ്യനാണ് ലക്ഷ്മി തീർത്ഥ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മാധവേന്ദ്രപുരി. മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് ഈശ്വരപുരി. ഈശ്വരപുരിയുടെ ശിഷ്യനാണ് ശ്രീചൈതന്യ മഹാപ്രഭു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പം ഈ ഒരു പരമ്പരയിൽ നമുക്ക് ആ പരിശുദ്ധ ഭക്തി, അല്ല രാധാകൃഷ്ണന്മാരുടെ പരിശുദ്ധ തലത്തിലുള്ള ഭക്തിയെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് മാധവേന്ദ്രപുരിയിലൂടെയാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പൊ മാധവേന്ദ്രപുരിയാണ് ആ ഒരു വിത്ത് ഇടുന്നതും അതിൽ ആ വിത്ത് വലുതായി വന്ന് അതൊരു എന്താ പറയുക ഒരു ഫ്രൂട്ടായിട്ട് വരുന്നതും ചൈതന്യ മഹാപ്രഭു പറഞ്ഞാൽ അതിൽ പല പല ശാഖകളാണ്. അതിലൂടെ പല പല ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെ ഒക്കെ ശാഖകളിലൂടെയാണ് ഈ പ്രേമഭക്തിയുടെ ഈ പരമ്പര വളർന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് മാധവേന്ദ്രപുരിയുടെ കാരണം കൊണ്ടാണ് ശരിക്കും ഈ രാധാകൃഷ്ണന്മാരുടെ ഭക്തിയെ പറ്റി അറിയാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഈ ഒരു പരമ്പരയിൽ നമുക്ക് ബ്രഹ്മമാധവ ഗൗഡിയ സമ്പ്രദായം എന്ന പേര് വരുന്നത്. കാരണം നമുക്കറിയാം ബ്രഹ്മദേവൻ, പിന്നെ മധ്വാചാര്യൻ, പിന്നെ ഗൗഡിയ എന്ന് പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സിനാണ് ഗൗഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സമ്പ്രദായം വരുന്നത് നമുക്ക് പ്രേമഭക്തി തലത്തിൽ നമുക്ക് ആ ജ്ഞാനം കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ഗൗഡിയ വൈഷ്ണവർ എന്ന് പറയുന്നത്. കാരണം ഗൗഡിയ വൈഷ്ണവർ എപ്പോഴും ഭഗവാന്റെ ശക്തിയും അതായത് ഒരിക്കലും കൃഷ്ണനെ ഒറ്റയ്ക്ക് നമ്മൾ ആരാധിക്കില്ല. നമ്മളെപ്പോഴും ആരാധിക്കുമ്പോഴാണ് രാധാകൃഷ്ണൻ അല്ലെ. അപ്പൊ നമ്മൾ രാധാകൃഷ്ണന്മാരായിട്ടാണ് ആരാധിക്കുന്നത് അല്ലെ. രാധാ ഗോവിന്ദ ദേവൻ, രാധാ മദൻ മോഹനൻ അല്ലെ. ആ രീതിയിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ആ ഒരു തത്വത്തിന് നമുക്ക് പറഞ്ഞു തന്നത് ശ്രീല മാധവേന്ദ്രപുരി എന്ന ഒരു പരമ ആചാര്യനാണ്. ആ ആചാര്യന്റെ കാരണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ആ പരമ്പര ഫോളോ ചെയ്ത് വന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിലൂടെയാണ് നമുക്ക് ആ പ്രേമഭക്തിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള രൂപഗോസ്വാമി ആചാര്യന്മാരിലൂടെ. നമുക്ക് ഈ ആചാര്യന്മാരുടെ കാരുണ്യം കൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ഭക്തി തലത്തിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ ശ്രീല കൃഷ്ണദാസ് ഗൗരാജ ഗോസ്വാമി ഈ തത്വങ്ങളെ പറ്റിയും ഈ ആചാര്യന്മാരുടെ മഹിമയെ പറ്റിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഈ ആചാര്യന്മാരും അവരുടെ മഹിമയെ പറ്റി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ എത്രത്തോളം ഈ ആചാര്യന്മാരെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു, എത്രത്തോളം ഈ ആചാര്യന്മാർക്കുള്ള ആ ഭഗവാന്റെ അടുത്ത പരിശുദ്ധ ഭക്തിയെ പറ്റിയും എത്രത്തോളം അവരുടെ ആ വിനയത്വവും നമ്മളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ആ ഒരു മോഡിലൂടെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് പരിശുദ്ധ ഭക്തി തലത്തിൽ നമുക്ക് എത്താൻ സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ ഭാവാർത്ഥം വളരെ വലുതായിരുന്നു. ഞാൻ എല്ലാം നമുക്ക് പറയാൻ സാധിച്ചില്ല. എന്നാലും മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ഇതിൽ ചർച്ച ചെയ്തത്. അപ്പൊ നമുക്ക് ഈ 3 മൂർത്തികളോട് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്ക് സംബന്ധമൂർത്തിയും അവിധേയമൂർത്തിയും പ്രയോജനമൂർത്തിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കും ഇതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധ ഭക്തി, നമുക്ക് അതുപോലെ തന്നെ പരിശുദ്ധ ഭക്തി തലത്തിൽ നമുക്ക് എത്താൻ സാധിക്കട്ടെ. ആചാര്യന്മാരുടെ കാരുണ്യം കൊണ്ട് എത്താൻ സാധിക്കട്ടെ എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇതിനൊക്കെ ഏറ്റവും വലിയ കാരണം നമുക്ക് നേടിയത് ശീല പ്രഭുപാദിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ശീല പ്രഭുപാദ് ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് ഈ ഭാഷകളിലും പ്രഭുപാദിന്റെ ശിഷ്യന്മാരൊക്കെ പല പല ഭാഷകളിലോട്ട് പരിവർത്തനം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ മൂർത്തികളെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു മൂഡൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അത് പ്രഭുപാദിന്റെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും പ്രഭുപാദിന്റെ ശിഷ്യന്മാരും നമുക്ക് പ്രഭുപാദിനെ പറ്റി പരിചയപ്പെടുത്തി തന്നെ ഭക്തമായിട്ട് എപ്പോഴും കടപ്പെട്ടവരായിരിക്കണം. കാരണം അവരുടെ കാര്യം കൊണ്ടാണ് നമുക്ക് ഇത്രയും ഉന്നതതലത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത്. അല്ലാതെ നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ നമുക്കില്ല. പ്രഭുപാദാണ് ആ ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്ക് തന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൾറെഡി 5:45 കുറച്ച് സമയം കൂടുതൽ എടുത്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ഭാവാർത്ഥവും ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കുക. അപ്പൊ കൂടുതൽ നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ ഈ 3 പ്രണാമ മന്ത്രങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും അത് പഠിച്ചു വെക്കുക. ഈ സംബന്ധ അവിധേയ പ്രയോജന എന്ന ഈ 3 പ്രണാമ മന്ത്രങ്ങൾ നമ്മളത് हरे कृष्णा प्रभु।
ഹരേ കൃഷ്ണ പ്രഭു. നന്ദി പ്രഭുജി. വളരെ മനോഹരമായ ക്ലാസ്, വളരെ ഗംഭീരമായ ക്ലാസ്. സംബന്ധം, ആവിധേയം, പ്രയോജനം എന്നതിനെ കുറിച്ച് A to Z ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ വളരെ നല്ല ക്ലാസ് പ്രഭുജി. വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ബ്രോ. വളരെ നന്ദി ബ്രോ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു മനസ്സിലായോ എനിക്ക് അറിയില്ല. എന്നാലും പ്രഭുവിന്റെ കാര്യം കൊണ്ടായിരുന്നു മനസ്സിലാക്കാൻ പറ്റണം. പ്രഭുവിന്റെ കൃപ കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. സംബന്ധം, ആവിധേയം, പ്രയോജനത്തിനെ കുറിച്ച് വളരെ നല്ല ഒരു ഡിസ്കഷൻ. സാധാരണ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു വലിയ ഐഡിയ കിട്ടാൻ പാടാണ്. പക്ഷെ പ്രഭു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. എനിക്കൊരു ചെറിയ സംശയം പ്രഭു. കേൾക്കാവോ? കേൾക്കാം പറയണ പ്രഭു. അപ്പൊ ഈ 3 മൂർത്തികളുണ്ടല്ലോ, രാധാ മദന മോഹനൻ, രാധാ ഗോവിന്ദദേവൻ, ഗോപിനാഥൻ. അതെ. ഇവരെ ഈ 3 മൂർത്തികളും ആ രൂപത്തിൽ വ്യത്യാസമുണ്ടോ? അവിടെ വെച്ചിരിക്കുന്ന രൂപത്തില് വ്യത്യാസം ഉണ്ട് പ്രഭു. ആക്ച്വലി നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് നമുക്ക് ഈ ഇത് സംബന്ധമൂർത്തിയാണെന്നും അവിധേയമൂർത്തിയാണെന്നും അല്ലെ ഇത് ഇങ്ങനെ പ്രയോജനമൂർത്തിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ മൂർത്തികളുടെ പ്രതിഷ്ഠ, ആ വിഗ്രഹം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വ്യത്യാസങ്ങൾ ഉണ്ട് പ്രഭു. നമുക്ക് കാണുമ്പോൾ 3 മൂർത്തികളും ഒരുപോലെ തോന്നില്ല. കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അവരുടെ മൂർത്തികളിൽ. മൂന്നിന്റെ മൂർത്തികൾ നമുക്ക് കാണുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ചാണ് അവര് വിഗ്രഹങ്ങൾ അവർ പണിതിരിക്കുന്നത്. രാധാ ഗോപിനാഥൻ, രാധാ ഗോവിന്ദദേവൻ, രാധാ മദൻ മോഹൻ, ഈ 3 മൂർത്തികളാണ്. അപ്പം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാധാ മദന മോഹൻ എന്ന് പറഞ്ഞൊരു മൂർത്തി നമുക്ക് വൃന്ദാവനത്തിലുണ്ട്. അപ്പൊ ആ മൂർത്തിയുടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൂർത്തി എന്ന് പറയുന്നത് ഈ 3 മൂർത്തികളുടെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മൂർത്തിയാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ ശരിക്കും നോക്കുക, രാധാ ഗോപിനാഥന്റെ ഫേസ് ആണ് രാധാ മദൻ മോഹന്റെ ഫേസ്. പിന്നെ രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദദേവന്റെ അബ്ഡോമൻ അതുപോലെയാണ് ആക്ച്വലി നമ്മുടെ ബാക്കിയുള്ള പാർട്സ് ഒക്കെ രാധാരമണിന്റെ. പിന്നെ അതുപോലെ തന്നെ രാധാ മദൻ മോഹന്റെ പാദം പോലെയാണ് മദൻ മോഹന്റെ പാദം പോലെയാണ് രാധാരമൺ എന്ന വിഗ്രഹത്തിന്റെ. അപ്പൊ ഈ 3 മൂർത്തികളിൽ നിന്ന് ഉള്ള കുറച്ച് ഫീച്ചേഴ്സ് എടുത്തിട്ടാണ് ഈ രാധാ മദൻ മോഹൻ എന്ന DT സെൽഫ് മാനിഫെസ്റ്റ് ആയിട്ടുള്ള വിഗ്രഹമാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 3 മൂർത്തികൾ ശരിക്കും പ്രഭു കാണാണ്. ഇപ്പൊ ജയ്പൂർ പോയ ഇതിന്റെ ആക്ച്വൽ മൂർത്തി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതൊരിക്കലും ദർശനം എടുത്തില്ല, ഫോട്ടോയിൽ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഈ 3 മൂർത്തികൾ നമ്മൾ കാണുമ്പോൾ വ്യത്യാസം ഉണ്ടാവും പ്രഭു. കാണാൻ ഒരുപോലെ ഉണ്ടാവില്ല. കാരണം ഓരോ വിഗ്രഹങ്ങളും ആ രീതിയിലാണ് നമ്മൾ അത് ആക്ച്വലി അത് വന്നിരിക്കുന്നത്. ആക്ച്വലി അവര് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മൂർത്തികളുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ ഈ പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കാം. ഈ ആചാര്യനാണ്, ഓരോ ആചാര്യന്മാരെ നമ്മൾ അവിടെ റിമെമ്പർ ചെയ്യാം. ആ രീതിയിൽ ആ പ്രാർത്ഥന സമർപ്പിക്കാം. മൂർത്തികൾ 3 വ്യത്യാസമാണ്. നമ്മളെ ഫോട്ടോ നമ്മളിപ്പം ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും 3 മൂർത്തികൾ. കാണുമ്പോൾ തന്നെ അതിൽ വ്യത്യാസമുണ്ട് അതിൽ വന്നിട്ട്. ശരി പ്രഭു. ക്ലിയർ ആയപ്പോൾ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഇത് ഈ 3 വിഗ്രഹങ്ങളുടെ ഒരു കഥ ജഗസാക്ഷി പ്രഭു പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അതായത് ഓർമ്മ അറിയാമല്ലോ പ്രഭുവിന്. അതായത് ഉത്തരയോട് വൃജനാഭനാണെന്ന് തോന്നുന്നു. അതായത് പൗത്രൻ, ഭഗവാന്റെ പൗത്രന്റെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പൊ ഈ ഭഗവാന്റെ രൂപം അറിയാവുന്നുള്ള ഒരേ ഒരാള് ഉത്തര മാത്രമാണ്, ഉത്തരാദേവി മാത്രമാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോ 3 ഓരോ ഭാഗം ശരിയാകുന്നുള്ളൂ, ഭഗവാന്റെ രൂപം ശരിയാകുന്നുള്ളൂ. അപ്പൊ ഈ 3 രൂപവും കൂടെ ചേരുമ്പോഴാണ് ഭഗവാന്റെ രൂപം ആകുന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ജഗസാക്ഷി പ്രഭു നമുക്ക്. താങ്ക് യു മാതാജി. ശരിയാണ് മാതാജി, വളരെ നന്ദി മാതാജി ആ ഒരു പോയിന്റ് പറഞ്ഞത്. അപ്പം മാതാജി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജഗസാക്ഷി പ്രഭുവിന്റെ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. ആ ഒരു ഇതിലും കാരണം വജ്രനാഭൻ എന്ന് പറയുന്ന ഭഗവാന്റെ മകന്റെ മകൻ, ആ ഒരു ജനറേഷനിലെ വ്യക്തികൾക്ക് ഭഗവാനെ പറ്റി നേരിട്ട് അവർ കാണാത്തതുകൊണ്ട് ഉത്തരയാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് ആക്ച്വലി വന്നിട്ട്. അപ്പൊ അതനുസരിച്ചാണ് ഈ ഫീച്ചേഴ്സ്. അപ്പം ഭഗവാന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസും ഓരോരോ പാർട്സ് അനുസരിച്ചാണ് ഓരോ വിഗ്രഹങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ രാധാരമൺ എന്ന വിഗ്രഹത്തിന് ഈ 3 ഫീച്ചേഴ്സ് ഒരുമിച്ച് വന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും എന്താ പറയാ, ആ ഒരു വിഗ്രഹം സെൽഫ് മാനിഫെസ്റ്റ് കൂടിയാണ് ആക്ച്വലി രാധാ രമൺ എന്ന് പറഞ്ഞത്. കാരണം ഒരു സാലിഗ്രാമശിലയിൽ നിന്നാണ് ആ വിഗ്രഹം വന്നിരിക്കുന്നത് ആക്ച്വലി വന്നിട്ട്. താങ്ക് യു മാതാജി ആ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ ബാക്കി വേറെ ആർക്കും സംശയങ്ങളും ഇല്ലാതെ തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ നന്ദി. ഹരേ കൃഷ്ണ.
श्रील प्रभुपाद की जय। श्री चैतन्य चरितामृतम की जय। निताई गौर प्रेमानंदे हरि हरि। ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നന്ദി. Thank you. Thank you. Hare Krishna. Thank you.